ആരെയൊക്കെയോ ഭയപ്പെട്ട്, മന്ത്രവാദികളെ ഭയപ്പെട്ട്, പിശാചിനെ ഭയപ്പെട്ട്, മനുഷ്യനെ ഭയപ്പെട്ട് ധൈര്യഹീനരായിരിക്കുന്നു ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നെഹമ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായം 9-ാമത്തെ വചനം. ധൈര്യം ക്ഷയിച്ചു പോകുമെന്ന് പറഞ്ഞ് അവരൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. ആകയാൽ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. ഒരു വലിയ ദൗത്യത്തോടെ ഇറങ്ങിത്തിരിച്ച ഒരു ദൈവമനുഷ്യനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു വലിയ കൂട്ടവും അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകത്തക്കവണ്ണം ചില എതിരികൾ അവർക്ക് മുമ്പിലുണ്ടായി. ആ ഭക്തനായ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ധൈര്യം ക്ഷയിച്ചു പോകണമേ എന്ന് പറഞ്ഞ് അവരൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. നിന്നെ ധൈര്യഹീനനാക്കിയാൽ നിന്നിലെ കഴിവുകൾ, നിന്നിൽ ദൈവമിട്ട പദ്ധതികൾ നിന്നിൽ തന്നെ ഒതുങ്ങിപ്പോകും. അതുകൊണ്ട് നിന്നെ ചിലര് ഭയപ്പെടുത്തുവാൻ ശ്രമിക്കും. ആ സാഹചര്യത്തിൽ ആ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങളെ ധൈര്യപ്പെടുത്തണേ. ദൈവത്തിന് ഒരു വ്യക്തിയിലൂടെ എന്തു കാര്യം ചെയ്യണമെങ്കിലും ആ വ്യക്തി ധൈര്യമുള്ളവനായിരിക്കണം. യോശുവയോട് ദൈവം പറയുക, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. നീ ധൈര്യപ്പെട്ടാൽ നിന്നിലൂടെ വലിയ കാര്യങ്ങൾ കർത്താവിന് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആരെയൊക്കെയോ ഭയപ്പെട്ട്, മന്ത്രവാദികളെ ഭയപ്പെട്ട്, പിശാചിനെ ഭയപ്പെട്ട്, മനുഷ്യനെ ഭയപ്പെട്ട് ധൈര്യഹീനരായിരിക്കുന്ന ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നിന്നെ ഭയപ്പെടുത്തുന്നത് നിന്റെ ധൈര്യം ചോർത്തിക്കളയാനാണ്. കാരണം ഒരു വലിയ പണി അവിടെ നടക്കുക. 9-ാം വാക്യം ആരംഭം മുതൽ, വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. കണ്ടോ, നിന്നിലൂടെ ആരംഭിച്ചത് നിന്നിലൂടെ പൂർത്തീകരിക്കാതെ വണ്ണം നിന്നെ ഭയപ്പെടുത്താൻ നോക്കുക. എന്നാൽ ഇവിടെ പ്രാർത്ഥിക്കുക, യഹോവേ ഞങ്ങളെ ഒന്ന് ധൈര്യപ്പെടുത്തണം. ദൈവമാണ് ഏതു മനുഷ്യനെയും ധൈര്യപ്പെടുത്തുന്നത്. എന്താണ് ഇന്നത്തെ സന്ദേശം? ഈ ദിവസങ്ങളിൽ നിന്നെ ദൈവം ധൈര്യപ്പെടുത്തും. നിന്നിലൂടെ എന്തു ദൈവം ചെയ്യാൻ ആഗ്രഹിച്ചു അതും ദൈവം നിന്നിലൂടെ ചെയ്തിരിക്കും. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ചിലർ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കുന്നു, ചിലർ ഞങ്ങളെ ഒതുക്കുവാൻ നോക്കുന്നു. ആകയാൽ യേശുവേ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ രോഗങ്ങൾ മാറട്ടെ, അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ, അവരുടെ വെല്ലുവിളികൾ മാറട്ടെ. അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ നിന്നെ എന്റെ ദൈവം ധൈര്യപ്പെടുത്തും. ഗോഡ് ബ്ലസ് യു.